ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആളുവടിയാണ്. ഇതിൻ്റെ പേര് ആളുവടി എന്നാണ്. അപ്പോൾ കുറച്ച് ചേമ്പല എടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറവശത്തെ തണ്ടും പിന്നെ ആ കട്ടിയുള്ള ഭാഗങ്ങളും എല്ലാം നമ്മൾ കുറച്ചൊന്ന് ചെത്തി കളയണം. അപ്പം അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, കുറച്ചേറെ വെളുത്തുള്ളി, കുറച്ച് ജീരകം, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്കിനി അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് അയമോദകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഞാനിപ്പം നമ്മുടെ വാളംപുളിയാണ് പിഴിഞ്ഞ് ശകലം ഒഴിച്ചേക്കുന്നത്. നാരങ്ങാനീര് ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നന്നായിട്ട്. ഒരുപാട് കട്ടിയാകാൻ പാടില്ല, ഒരുപാട് ലൂസും ആകാൻ പാടില്ല. ഇലയിൽ ഇങ്ങനെ ഇരിക്കണം, ആ രീതിയിൽ. കണ്ടോ, ഞാൻ അതിൻ്റെ പുറവശമൊക്കെ കുറച്ച് ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇല ഇങ്ങനെ തിരിച്ചാണ് ഇടേണ്ടത്. അതിൻ്റെ പുറവശത്താണ് ആ മാവ് ഒഴിച്ചിട്ട് അതിന് ഇത് മാവ് ഫുള്ള് ആ ഇല ഇങ്ങനെ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ടോ, ഒരുപാട് കട്ടിയാകാൻ പാടില്ല. നൈസായിട്ട് വേണം ആ മാവ് നമുക്ക് അതിൻ്റെ ഇലയുടെ പുറത്ത് തൂക്കാൻ. എന്നിട്ട് ആ ഇല തിരിച്ച് വെക്കണം. വാല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് വേണം. അങ്ങനെ ലെയറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനൊരു 5-6 ഇല ഇങ്ങനെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കണ്ടോ, ഉൾട്ട വെക്കണം, തിരിച്ച് വെക്കണം, വാല് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഉരുട്ടി അത് എടുക്കണം. കണ്ടോ, ഇങ്ങനെ ഇലയൊക്കെ പൊട്ടും കുറച്ചെന്ന് വെച്ചാൽ പച്ചിലയല്ലേ. അപ്പം പിന്നെ ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. കണ്ടോ, ഞാൻ അടിയിലൊരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിത് വേറൊരു കണ്ണോപ്പ് വെച്ചിട്ട് അതിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയാകും. നമ്മുടെ മാവെല്ലാം കട്ടിയായിട്ടുണ്ട്. ഇനി ഞാനിത് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. കണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, റൗണ്ടായിട്ട്. കണ്ടോ, ഓരോരോ ലെയർ കണ്ടോ, ഓരോ ഇല ആ മാവ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും കട്ടിയേ ആകാവുള്ളൂ. കൂടുതൽ കട്ടിയാകലും ഒരുപാട് അങ്ങ് കനം കുറയ്ക്കുകയും ചെയ്യരുത്. ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ടിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്, തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പം ബാക്കി നമ്മളിതുപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡബയ്ക്കകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇത് ഇപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ഇത്രയും ഫ്രൈ ചെയ്ത്, അപ്പോൾ വൈകിട്ടത്തേക്ക് ബാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് തണുത്ത് പോകും, ഒരുമാതിരി വഴുക പോലായിപ്പോവും, ക്രിസ്പിനെസ് പോകും അതിൻ്റെ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരം മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.